ഫ്രണ്ട്സ്, SJ ടേസ്റ്റി ഫുഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വാനില സ്പോഞ്ച് കേക്കാണ്. അതിന് വേണ്ട ചേരുവകളാണ് പറയുന്നത്. 9 മുട്ട വേണം. അപ്പോൾ അതിൻ്റെ മുട്ടയുടെ മഞ്ഞയും വെള്ളയും സെപ്പറേറ്റ് ചെയ്തെടുക്കണം. മുട്ടയുടെ മഞ്ഞയിലോട്ട് ഒരു നുള്ളു ഉപ്പും 1 സ്പൂൺ വാനില എസൻസും നമുക്ക് ഒഴിച്ചിട്ട് അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് മുട്ടയുടെ വെള്ള ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ബീറ്റ് ചെയ്യുന്ന സമയത്ത് പാത്രം നല്ല ഉണക്കായിരിക്കണം. ഒരു തുള്ളി വെള്ളം പോലും പാടില്ല. കുറേശ്ശെ പഞ്ചസാരയിട്ട് നമുക്ക് മുട്ടയുടെ വെള്ളം അടിച്ചെടുക്കുക. മുട്ടയുടെ വെള്ളം ഇങ്ങനെയാണ് അടിച്ചെടുക്കേണ്ടത്. കണ്ടോ, ഇങ്ങനെ ഇരിക്കണം. മുട്ടയുടെ വെള്ളം അടിച്ചിരിക്കും. എന്നിട്ട് നമുക്കിങ്ങനെ കുറേശ്ശെ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് അടിച്ചെടുക്കാം. പൊടിച്ച പഞ്ചസാര നമ്മൾ 1 സ്പൂൺ വീതം ഇടുന്നതാണ്. എന്നിട്ട് നമുക്ക് കുറേശ്ശെ അടിച്ചെടുക്കാം. പിന്നെ 2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ വരണം. നമ്മൾ പഞ്ചസാരയും മുട്ടയുടെ വെള്ളം കൂടെ കൂട്ടി അടിച്ച് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ വരണം. ഇതാണ് പരിഭവം. ഇതാണ് ഇങ്ങനെ വരണം. മുട്ടയുടെ മഞ്ഞയും ഉപ്പും വാനില എസൻസ് ശരിക്കും ബീറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന മെറിനിലോട്ട് നമ്മൾ കൂട്ടി മിക്സ് ചെയ്യാൻ പോവാണ്. ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ മൈദപ്പൊടി ഇടുക. എന്നിട്ട് ശരിക്കും നന്നായിട്ട് അരിക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടിച്ചു വെച്ചിരിക്കുന്ന ബാറ്ററിലോട്ട് കുറേശ്ശെ മാവിട്ട് സാവധാനത്തിൽ യോജിപ്പിച്ചെടുക്കുക. അധികം സ്പീഡിൽ ചെയ്ത് സാവധാനത്തിൽ യോജിപ്പിച്ച് കുറേശ്ശെ പൊടിയിട്ട് യോജിപ്പിച്ചെടുക്കുക. ഒറ്റയടിക്ക് ഫുൾ പൊടി ഇടരുത്, കുറേശ്ശെ ഇടുക.
നമുക്ക് ടിന്നിലോട്ട് ഒഴിക്കാം. ഇതിങ്ങനെ നമുക്ക് പതുക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ഉള്ളിക്കിഴങ്ങ് എയറെല്ലാം പോകാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുത്താലും മതി. ഓവൻ ഫ്രീ ഹീറ്റ് 180-ൽ 20 മിനിറ്റ് വെക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു 35 മിനിറ്റ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം.